ദാഹമകറ്റാൻ പൊതുജനങ്ങൾക്ക് ആശ്വാസമായി ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കുടിവെള്ള ATM. വേനൽച്ചൂടിന്റെ കാഠിന്യം കുതിച്ചുയർന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച കുടിവെള്ള ATMകൾക്ക് മുമ്പിൽ തിരക്കോട് തിരക്കാണ്. ചൂട് തുടങ്ങും മുമ്പ് ഓരോ ATMകൾ വഴിയും 40 മുതൽ 50 ലിറ്റർ വെള്ളം ആണ് ദിവസേന പോയിരുന്നത്. എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കുടിവെള്ളത്തിൻ്റെ ഉപയോഗം കുതിച്ചുയർന്നത് ഇതുവഴി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു ദിവസം 300 രൂപ വരുമാനവുമാണ് ലഭിക്കുന്നത്. മെയ് മാസത്തിൽ വെള്ളത്തിൻ്റെ ഉപയോഗം കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് 20 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു കുപ്പി തണുത്ത വെള്ളം ATM വഴി 1 രൂപയ്ക്കാണ് ലഭിക്കുന്നതെന്നാണ് പൊതുജനങ്ങൾക്ക് ആശ്വാസമാകുന്നത്. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിട്ടുള്ള ATMൽ നിന്ന് പ്രതിദിനം ഏറ്റവും കൂടുതൽ വെള്ളം പോകുന്നതായിട്ടാണ് ATMകൾ വഴിയുള്ള വെള്ളമെടുപ്പിൻ്റെ കണക്കിൽ പറയുന്നത്. 300 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. യാത്രക്കാർ, ബസ് ജീവനക്കാർ, വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവരാണ് ഇതിനെ ആശ്രയിക്കുന്നത്. അമ്പലപ്പാറ, ലക്കിടിപ്പേരൂർ, വാണിയംകുളം തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലും 200 മുതൽ 250 ലിറ്റർ വരെ പ്രതിദിന ഉപയോഗമുണ്ടെന്നാണ് കണക്ക്. ഏറ്റവും കുറവ് ഉപയോഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിലെ ജല ATMൽ നിന്നാണ്. ദിവസവും 50 ലിറ്റർ വെള്ളം മാത്രമാണ് ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ATM ഉള്ളത് വളരെ ഉപയോഗപ്രദമാണെന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടു. ബോട്ടിൽ വെള്ളം വാങ്ങണമെങ്കിൽ ഇത് 1 രൂപ ഇട്ടിട്ട് 1 ലിറ്റർ വെള്ളം കിട്ടുന്നത് വലിയ ഉപകാരമാണല്ലോ. ഈ ചൂട് കാലത്ത് എന്തായാലും ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് എല്ലാവർക്കും നല്ലൊരു കാര്യമാണ്. ചൂട് സമയത്ത് ഇത് ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാണ്. പിന്നെ എന്താ പറയേണ്ട, 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആശ്വാസമാണ്, വലിയ ഉപകാരമാണ്.